ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയ വ്ളോഗായാലോ? ഡെലിവറിക്ക് ശേഷം വീട്ടിലിരുന്ന് ആകെ ബോറടിച്ച് ചെറുതായൊരു ഡിപ്രഷൻ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യുന്നോട്ടൊന്ന് നടന്നേക്കാം എന്ന് വിചാരിച്ച് ചട്ടോപ്പാറ വരെ നടക്കുന്ന കാഴ്ചകളാണ് ഇത് നമ്മുടെ ചട്ടോപ്പാറ സ്കൂള്. കുറേ കാലത്തിന് ശേഷം രാവിലെ എണീച്ചോണ്ടാണെന്നൊന്നും അറിയില്ല, ആകാശത്തിനെല്ലാം ഒരു പ്രത്യേകതര ഭംഗി. കുറച്ച് നേരം അതും നോക്കി നിന്ന് പിന്നെയാണെന്നറിഞ്ഞ് വാവ എണീച്ചിട്ടുണ്ടാവൂലേ, തിരിച്ച് വെച്ച് നടന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും വാവ എണീച്ചിന്. ഇങ്ങനെ അടുത്ത പണിയിലേക്ക് പോകാം. ഇത് ആലൂനും കിങ്ങണിക്കും കുളിക്കേണ്ട ചൂടുവെള്ളമാണേ. അപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഏട്ടത്തി അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഇഡ്ഡലിയും സാമ്പാറാണ് ഇന്ന്. ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി കൊടുത്ത്. മിന്നൂട്ടിൻ്റെ മുഖം നോക്കിയേ, ഇന്ന് രാവിലെ എന്നെ കാണാത്തതിൻ്റെ നല്ല ടെൻഷനും സങ്കടവും ഒരുപാട് കരഞ്ഞനും തോന്നുന്നു. അങ്ങനെ ഓക്ക് കുറച്ച് പാൽ കൊടുത്ത് ഒരു കുഞ്ഞി കസേരയിലോളം ഇരുത്തിയിട്ട് അടുത്ത പണിയിലേക്ക് പോയി. അലക്കാണേ അടുത്ത പണി. ഇത് നമ്മുടെ ട്രാൻസാക്ഷൻ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇത്രയും അലക്കുന്നത്, ഏട്ടത്തിയമ്മയും ഉണ്ട്. എല്ലാവരും വഴിയേ പറഞ്ഞതേ. ഇനി അടുത്ത പണി ആലൂനെ വിളിക്കൽ. ആലൂനെ വിളിക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ്, മെയിൻ ടാസ്ക്കാണ്. എത്ര വിളിച്ചാലും എണീക്കില്ല. രാവിലെ ആയിട്ടില്ല, ഇപ്പോൾ രാത്രിയാണ്, വയറുവേദനയാണ്, ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, ഇന്ന് സ്കൂളില്ല, ടീച്ചർ പറഞ്ഞ് സ്കൂളില്ലാന്ന്. നിങ്ങളെല്ലാം മക്കളിങ്ങനെ തന്നെയാണ്, ഒരു 1000 വട്ടം വിളിച്ചാലേ ഒരിക്കലെങ്കിലും എണീക്കുള്ളൂ. ഇന്നിതാ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഡീസൻ്റായിട്ട് വിളിക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നല്ല. ആലൂനെ എണീപ്പിച്ച് താഴെത്തുമ്പോഴത്തേക്ക് നമ്മൾ സാമ്പാറും കിണി കൊണ്ടുകൊണ്ട് ഓംപ്ലേറ്റും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു വേറെ ആളാണേ, നമ്മളെ വീട്ടിലെ ആമീന്നാണ് പേര്. ഇതാണ് നമ്മളെ കിങ്ങിണി. സ്കൂളിലേക്ക് പോകേണ്ടിയിട്ട് സുന്ദരി കുട്ടിയായിട്ട് മാറ്റി ഓളെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓള് കൃത്യമായിട്ട് സമയമാകുമ്പോൾ പോയി. ആലുവിനോട് കുറച്ച് ഗുസ്തിയെല്ലാം പിടിച്ചാലും കൃത്യസമയത്തിൽ മാറ്റി സെറ്റായിട്ട് നിൽക്കും. അങ്ങനെ ഓളെ ഞാൻ വായനശാല വരെ കൊണ്ടാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.